അപ്പോ നമ്മള് മലയാളമാണ് എടുക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറി കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് മലയാളം പഠിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയോ മറ്റേതെങ്കിലും ലാംഗ്വേജ് ഒക്കെ എടുക്കാം. അപ്പൊ നിങ്ങൾ മലയാളം എടുത്തത് നിങ്ങൾക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് +2 മലയാളം പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങി വെക്കുന്നത്. അപ്പൊ നമുക്കത് എന്താണ് ആ യൂണിറ്റിനകത്ത് കുറച്ച് പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന മലയാളം പാഠപുസ്തകങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒരു യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റിൽ അതുമായി ബന്ധപ്പെട്ട ഒരു 2-ലധികം പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ പാഠം ഈ യൂണിറ്റിൽ എഴുത്തകം എന്നാണ് ഈ യൂണിറ്റിന്റെ പേര്. ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏതൊക്കെ പാഠങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് PPT ഷെയർ ചെയ്യാം. അത് കാണുന്നില്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തൊന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എഴുത്തകം എന്നതാണ്. ആ യൂണിറ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പാഠങ്ങളാണ് 4 പാഠങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കണ്ണാടി കാൺമോളവും, പ്രകാശം ജലം പോലെയാണ്, കിരാതവൃത്തം, അവകാശങ്ങളുടെ പ്രശ്നം. ആദ്യത്തേത് ഒരു എഴുത്തച്ഛന്റെ കൃതിയാണ്. ആദ്യത്തേത് കണ്ണാടി കാൺമോളവും. രണ്ടാമത്തേത് പ്രകാശം ജലം പോലെയാണ്. അത് ഒരു വിവർത്തന കൃതിയാണ്. വിവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാന്ന് കരുതുന്നു. പരിഭാഷയാണ്. മറ്റൊരു ഭാഷയിൽ നിന്ന് മൊഴിമാറ്റം നടത്തിയിട്ടുള്ള ഒരു കൃതിയാണ്. കിരാതവൃത്തം നമ്മുടെ പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള കവിയാണ് കടമ്മനിട്ട. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് കിരാതവൃത്തം. അടുത്തത് അവകാശങ്ങളുടെ പ്രശ്നം. ഇതൊരു കഥയാണ്. ഓക്കെ. ഈ 4 പാഠങ്ങളാണ് എഴുത്തകം എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ യൂണിറ്റിലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പാഠങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ എഴുത്തകം എന്ന് പറയുന്ന പാഠവുമായി ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ ഈ 4 പാഠങ്ങൾ. അപ്പൊ എന്താണ് ഈ എഴുത്തകം? നമുക്ക് അത് എന്താണ് എഴുത്തകം എന്ന് അറിയണമല്ലോ. എന്തായിരിക്കും എഴുത്തകം? ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഈ 4 പാഠങ്ങളാണ്. എഴുത്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിൽ ഈ എഴുത്തകത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്നെന്ന് പറയുന്നത് എഴുത്തിന്റെ അകം, അല്ലെ? എഴുത്തുകളുടെ അകം. അകം എന്ന് വെച്ചാൽ എന്താണ്? ഉള്ള് എന്നാണ് അർത്ഥം. നമ്മൾ എഴുത്തുകളുടെ അകമാകാം, അല്ലെങ്കിൽ എഴുത്തുകാരന്റെ അകമാകാം, എഴുത്തുകാരന്റെ ഉള്ളാവാം. അതായത് ഒരു വ്യക്തി ഒരാളുടെ രചന, അദ്ദേഹത്തിന്റെ രചന എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ വികാര വിചാരങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവുക. എഴുത്തിന്റെ അകം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ അകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉള്ളറകളിലേക്ക് പോകുന്നതായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് കവിതയാവാം, കഥയാവാം, എന്തും ആവാം, അല്ലെ? അങ്ങനെ അതിന്റെ ഉള്ളറകളിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ അകത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഴുത്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പാഠങ്ങളും ഇതുമായി അതിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ആ എഴുത്തകം എന്ന് പറയുന്ന വേർഡിന്റെ, അല്ലെങ്കിൽ ആ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ആ പാഠത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുത്തകം എന്ന് പറഞ്ഞൊരു തലക്കെട്ടോടു കൂടി കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ എഴുത്തകം എന്ന് പറയുന്ന തലക്കെട്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും അതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിപ്പം മൊത്തം വായിക്കാണ്ട് ഞാൻ അതിനകത്തുള്ള കാര്യം ഒന്ന് ചുരുക്കി പറയാം. ഇതിനകത്ത് ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, സാഹിത്യത്തിന്റെ പുതുമ നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? സമകാലികതയെ നേരിട്ട് എഴുതുകയല്ല ചെയ്യേണ്ടത്, പകരം വേറിട്ട് എഴുത്ത് രീതികൾ പ്രയോഗിക്കുകയാണ് നല്ലതെന്നാണ് പറയുന്നത്. എന്താണ് സമകാലികതയെ നേരിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ? സമകാലികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ നേരിട്ട് അതുപോലെ എഴുതി വെച്ചാൽ അതിനൊരു പുതുമ ഉണ്ടാവില്ല, അല്ലെ? അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, വ്യത്യസ്ത രീതികളിൽ നമ്മൾ എഴുതുമ്പോഴാണ് സാഹിത്യത്തിന് പുതുമ ഉണ്ടാകുന്നതെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം. രണ്ടാമത് ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിരുകളില്ലാത്ത അനുഭവങ്ങളെ അവയുടെ സൗന്ദര്യാത്മകതയോടെ അവതരിപ്പിക്കുമ്പോഴാണ് ഒരു നല്ല സാഹിത്യം ഉടലെടുക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുന്ന കാര്യം, നമുക്ക് ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളാണ്, അല്ലെ? അപ്പൊ ഈ അനുഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്? നേരിട്ട് അതുപോലെ അങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടത്ര ഒരു സൗന്ദര്യമോ അതിന്റെ ആ തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് സാഹിത്യമൊക്കെ കലർത്തി നമ്മുടെ ഒരു ആഖ്യാന രീതി എന്ന് പറയുമ്പോൾ നമ്മുടെ എഴുത്ത് രീതി, അതിലൊക്കെ ഒന്ന് മാറ്റമൊക്കെ വരുത്തി അതിനെ ആ സൗന്ദര്യത്തിൽ എഴുതുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു സാഹിത്യം ഉടലെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ഡയറി ഒക്കെ എഴുതി വെക്കണ പോലെ മാത്രം ആയിപ്പോവും. അപ്പോ എന്താണ്? സാഹിത്യത്തിന്റെ അതിരുകളില്ലാത്ത അനുഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സൗന്ദര്യാത്മകതയോടെ അവതരിപ്പിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അനുഭവങ്ങളെ നമ്മൾ ഈ സൗന്ദര്യത്തോടെ അവതരിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഭാഷ ഏതാണ്? അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഷ ഏതാണ്?
നമ്മുടെ മാതൃഭാഷയാണ്. കാരണം നമുക്കിപ്പോ ഇംഗ്ലീഷ് അറിയാം, മറ്റ് ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമെങ്കിൽ കൂടിയും നമ്മുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് മറ്റൊരാളിലേക്ക് നല്ല എന്താണ് തീവ്രതയോടെ അതിന്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി എത്തിക്കാൻ നമുക്ക് നമ്മുടെ മലയാള ഭാഷയിലൂടെ പറ്റും. നമ്മുടെ മാതൃഭാഷ. അങ്ങനെ ഓരോ ദേശക്കാർക്കും അവരുടെ ഭാഷയിലൂടെ ആയിരിക്കും പറ്റുന്നത്. അതാണ് ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മുടെ മാതൃഭാഷയുടെ പ്രൗഢിയും അതിന്റെ സർഗാത്മകതയൊക്കെ വ്യക്തമാക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഈ എഴുത്തകം എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം, സാഹിത്യ കൃതികളുടെ ധ്വനിപാഠങ്ങളിലേക്കുള്ള ഒരു സർഗസഞ്ചാരമാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഈ യൂണിറ്റ് രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മാതൃഭാഷയുടെ പ്രൗഢിയും സർഗാത്മകതയൊക്കെ എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാഹിത്യ കൃതികളുടെ ധ്വനിപാഠങ്ങളിലേക്കുള്ള സഞ്ചാരപഥം. എന്താണ് ഈ ധ്വനിപാഠം എന്ന് പറഞ്ഞാൽ? സാഹിത്യ കൃതികളുടെ ധ്വനിപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു കവിത വായിക്കുന്നു. കവിത വായിക്കുമ്പോൾ അതിനൊരു വ്യംഗ്യാർത്ഥവും ഉണ്ടായിരിക്കും, ഒരു വാച്യാർത്ഥവും ഉണ്ടായിരിക്കും. വാച്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കവിത വായിക്കുമ്പോൾ നമുക്കത് വായിച്ചതിൽ നിന്ന് പെട്ടെന്നൊരു ആശയം നമുക്ക് മനസ്സിലാവും. ആ അർത്ഥം വെച്ചിട്ട് നമുക്കൊരു ആശയം മനസ്സിലാവും. അതിനെയാണ് വാച്യാർത്ഥം എന്ന് പറയുന്നത്. വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, ആ കവിത ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കുറേ ആശയങ്ങൾ കിട്ടും. അങ്ങനെയുള്ളതിനെയാണ് വ്യംഗ്യാർത്ഥം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ സാഹിത്യ കൃതികൾക്ക് ഒരു വ്യംഗ്യാർത്ഥവും കാണും, വാച്യാർത്ഥവും കാണും. ഇതിനെയാണ് ഈ ഭേദങ്ങൾ, ധ്വനിപാഠങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അത് തന്നെയാണ് ഈ എഴുത്തകം. കാരണം നമ്മൾ ഈ എഴുത്തകം എന്ന് പറയുന്ന യൂണിറ്റിൽ 4 പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ 4 പാഠത്തിനകത്തുള്ള എല്ലാ ഉള്ളറകളും, എഴുത്തിന്റെ എല്ലാ ഉള്ളറകളും നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ യൂണിറ്റിൽ ഒരു ചെറിയ പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ECG സുദർശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഓർമ്മക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ECG സുദർശൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ സ്ലൈഡിൽ കാണുന്ന ഫോട്ടോ കണ്ടോ, ഇതാണ് ECG സുദർശൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എണ്ണക്കൽ ചാണ്ടി ജോർജ് സുദർശൻ എന്നാണ്. അദ്ദേഹത്തിന് പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ കിട്ടിയ ഒരു മലയാളിയാണ്. അതുപോലെ എന്താണ്, ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഓർമ്മക്കുറിപ്പാണ് തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ എന്താ മലയാള ക്ലാസ്സിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ അധ്യാപകനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഒരു പോർഷൻ ആണ് നമുക്ക് അടുത്തതായിട്ടുള്ളത്. അതിനു മുന്നേ അദ്ദേഹം നമുക്ക് ഫിസിക്സില്, ഭൗതിക ശാസ്ത്രത്തില് കുറേ സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്കിയോണുകളുടെ കണ്ടുപിടുത്തം. കണ്ടുപിടുത്തമല്ല, ഒരു നിഗമനമാണ്. നമുക്കറിയാം എന്താണ്, പ്രകാശത്തിനാണ് ഏറ്റവും വേഗത കൂടുതലെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രകാശത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കണങ്ങളുണ്ട്, അവയെ ടാക്കിയോണുകൾ എന്ന് പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിഗമനം മാത്രമാണത്. അത് അദ്ദേഹം നമ്മുടെ ഫിസിക്സിൽ നൽകിയ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ് കേട്ടോ. അപ്പൊ അത്രയ്ക്ക് പ്രശസ്തനായിട്ടുള്ള, പിന്നെ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഇതാണ്. ഓക്കെ, അദ്ദേഹം കോട്ടയത്താണ് ജനിച്ചത്. 2018 അന്തരിച്ചത്. അപ്പൊ നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് ഒന്ന് നോക്കാം. ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്. മലയാളം മുൻഷി എന്ന് പറഞ്ഞ ആരാണ്? പണ്ട് നമ്മള് നമ്മുടെ അധ്യാപകരെ പറയുന്ന സാറുമാരെ പറഞ്ഞിരുന്ന പേരാണ് കേട്ടോ മുൻഷി. അത് മലയാള അധ്യാപകനെയാണ് കൂടുതലും മുൻഷി എന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ലളിതമായ വേഷമായിരുന്നു മലയാളം മുൻഷിയുടേത്, പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ എല്ലാം മാന്ത്രികമാകും. മലയാളത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ് അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ പല ലോകത്തേക്ക് പോകും അല്ലെ, പല കാര്യങ്ങൾ ചിന്തിച്ചു പോകും. അതുപോലെയല്ല മറ്റു വിഷയങ്ങൾ അല്ലെ, നമ്മൾ ആ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം നമ്മളുടെ ചിന്ത ഉറച്ചു പോകും. മറ്റേതാകുമ്പോൾ കുറെ കാര്യങ്ങൾ, അത് പറയുന്ന മുൻഷിക്ക് എന്താണ്, ഒരു മാന്ത്രികത ഉണ്ടെന്നാണ് പറയുന്നത്. പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം, ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യത്തിന് അനേകം തലങ്ങൾ ഉണ്ടാകാം എന്ന വലിയ അറിവാണ് അവിടെ നിന്ന് കിട്ടിയത്. നമ്മളിപ്പം നമ്മുടെ മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലെ, എന്താ പദച്ഛേദം, പദാർത്ഥം, വാച്യാർത്ഥം, ധ്വനി, ഭാവം എന്നൊക്കെ പറയുന്നത്.
പദച്ഛേദം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പദത്തെ മുറിക്കാൻ പറ്റും. നമ്മൾ പിരിച്ചെഴുതുകയും കൂട്ടിച്ചേർത്ത് എഴുതുകയൊക്കെ ചെയ്യില്ലേ. പിന്നെ അതുപോലെ പദങ്ങൾക്ക് പല അർത്ഥങ്ങളുണ്ട്. വാച്യാർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കേൾക്കുമ്പോൾ, വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരാള് പറയുമ്പോഴോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അർത്ഥം, അതിനെയാണ് വാച്യാർത്ഥം എന്ന് പറയുന്നത്. ധ്വനി എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം. പിന്നെ അതിന്റെ ഭാവം, ഒരു കവിത വായിക്കുമ്പോൾ ആ ഭാവത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നു, അല്ലെ. കഥ വായിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് വേറെ പല കാര്യങ്ങളും, നമ്മുടെ ഒരു ഭാവം, നമുക്ക് വിഷമമാണെങ്കിൽ ആ കഥയിൽ വിഷമമാണെങ്കിൽ നമ്മളും ആ ഒരു ഭാവത്തിലേക്ക് പോകും. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താണ്, ഒരു കാര്യത്തിൽ അനേകം തലങ്ങളിലേക്ക് പോകാമെന്ന വലിയ അറിവാണ് അവിടെ നിന്ന് കിട്ടിയത്. എവിടെ നിന്ന്? മലയാളം ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പഠനം അതായിരിക്കണം. ഫിസിക്സിലെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചത് അന്നത്തെ മലയാളം ക്ലാസ്സുകളായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ മലയാളം ക്ലാസ്സിനെ കുറിച്ചും മലയാളത്തിന്റെ ആ ഒരു അല്ലെങ്കിൽ മാതൃഭാഷയുടെ ആ ഒരു പ്രാധാന്യം, അദ്ദേഹം ഫിസിക്സിലാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. പക്ഷെ മലയാളം ഭാഷയിലൂടെയാണ് അതൊക്കെ എനിക്ക് സാധിച്ചത് എന്നാണ്, അല്ലെ മലയാളം ക്ലാസ്സിലൂടെയാണ് എനിക്കത് സാധിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. അപ്പോ മാതൃഭാഷയിലൂടെ ശാസ്ത്ര മണ്ഡലത്തിലേക്ക് കടന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം വ്യക്തമായിട്ട് പറയാണ് ചെയ്യുന്നത്. മാതൃഭാഷ നമ്മുടെ ചിന്തകളെയും ആശയങ്ങളെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുവെന്നും സാഹിത്യത്തിന്റെയും മനുഷ്യന്റെയും വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ നമ്മുടെ മലയാള ഭാഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ടെന്നൊക്കെയാണ് ഈ പാഠത്തില് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാനൊരു ചെറിയ കുറച്ച് സ്ലൈഡുകൾ കാണിക്കാം. ആ സ്ലൈഡുകൾ കണ്ടതിന് ശേഷം അതിനകത്തെ കഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ച് പറയാൻ പറ്റുന്നോ എന്ന് നോക്കുക കേട്ടോ. കണ്ണാടി കാൺമോളവും എന്നാണ്. ഇത് നമ്മുടെ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥയാണ്. മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾക്കറിയാം, എഴുത്തച്ഛന്റെ കൃതിയാണ് മഹാഭാരതം കിളിപ്പാട്ട്. അത് മഹാഭാരതത്തെ എഴുത്തച്ഛൻ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് മഹാഭാരതം കിളിപ്പാട്ട്. കിളിയെ കൊണ്ട് കിളി പറയുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കിളിപ്പാട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോ ഈ കിളിപ്പാട്ടിനകത്ത് അല്ലെങ്കിൽ മഹാഭാരതത്തിനകത്ത് പർവ്വങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഭാഗം 1 ഭാഗം 2 എന്ന് പറയുന്നതിന് പകരം അവിടെ എന്താണ്, പർവ്വങ്ങൾ എന്ന രീതിയിലാണ് മഹാഭാരതം കിളിപ്പാട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോ അതിൽ തന്നെ സംഭവ പർവ്വം എന്ന് പറയുന്ന പർവ്വത്തിൽ നിന്ന്, അതിനകത്താണ് ശകുന്തളയുടെ കഥ വരുന്നത്. അതിൽ നിന്ന് ഉള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാവുന്ന ശകുന്തളയുടെ കഥ ഏതാണ്? അഭിജ്ഞാന ശാകുന്തളമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ 10ലോ മറ്റോ ഋതുയോഗം എന്ന് പറഞ്ഞിട്ടൊരു പാഠം പഠിച്ചിട്ടുണ്ടാവും. ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ കണ്ടുമുട്ടുന്നതും മകനെ കണ്ടുമുട്ടുന്നതും ഒക്കെ ആയിട്ടൊരു പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളമാണ്. അത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. നമ്മുടെ കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എഴുതിയിരിക്കുന്നത് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ്. അതൊരു നാടകമാണ്. അതേസമയം എഴുത്തച്ഛന്റെ ശാകുന്തളം അത് ശാകുന്തളമാണ്, മറ്റേത് അഭിജ്ഞാന ശാകുന്തളം. എഴുത്തച്ഛന്റെ ശാകുന്തളം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഉള്ള കഥയാണ്. ഓക്കെ, അത് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് അറിയാം, ശകുന്തളയ്ക്ക് 2 തോഴിമാരുണ്ട്, പ്രിയംവദ, അനസൂയ, അല്ലെ. അങ്ങനെയൊക്കെ നമുക്ക് കുറെ കഥ അറിയാം. പിന്നെ അതുപോലെ ഋതുയോഗത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ നമ്മുടെ ശകുന്തളയും കുഞ്ഞും കൂടി ഒരു കാട്ടിൽ അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ആണ് ദുഷ്യന്തൻ വരുന്നത്. ദുഷ്യന്തൻ വന്ന് എന്ത് ചെയ്യുന്നത്, കുട്ടിയെ തിരിച്ചറിയുന്നതും അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതും. പക്ഷെ ഒറിജിനലി നമ്മുടെ മഹാഭാരതത്തിൽ ഇങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ 2 തോഴിമാരൊന്നും ആർക്കില്ല, നമ്മുടെ ശകുന്തളയ്ക്കില്ല. അപ്പോ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ എഴുത്തച്ഛന്റെ ശാകുന്തളവും കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളവും തമ്മിലുണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? എഴുത്തച്ഛന്റെ ശാകുന്തളമാണ്. ഓക്കെ, അപ്പൊ ഏതിനടുത്തെയാണ്? സംഭവപർവം. മഹാഭാരതം കിളിപ്പാട്ടിലെ സംഭവപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഇത്. ഏതാണ്? കണ്ണാടി കാൺമോളവും. അപ്പൊ നിങ്ങൾക്ക് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും ഒക്കെ കഥ അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ജസ്റ്റ് ചുരുക്കി ഒന്ന് പറയാം.
മേനക എന്ന് പറയുന്ന അപ്സരസ് ഉണ്ട്. മേനകയുടെയും വിശ്വാമിത്രൻ എന്താണ്, ഒരു മുനിയാണ്, തപസ്സൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു മുനിയാണ്. അദ്ദേഹത്തിന്റെ മകളായിട്ടാണ് ആര് ജനിച്ചത്, നമ്മുടെ ശകുന്തള ജനിച്ചത്. അപ്പോ ഇവരെന്ത് ചെയ്യും, ആ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കും. മേനകയ്ക്ക് വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോവാണ്. അപ്പോ അതൊരു കണ്വാശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമത്തിന് അടുത്തുള്ള ഒരു കാടാണ്. അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ കണ്ണു മഹർഷി, അവിടുത്തെ ആശ്രമത്തെ മഹർഷി ശകുന്തളയെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കി അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോ കുറെ ശകുന്ത പക്ഷികൾ എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്. അത് അങ്ങനെ ഒരു അങ്ങനത്തെ പക്ഷികൾ ഇല്ല, അതൊരു സങ്കല്പമാണ്. എന്താണ് ശകുന്ത പക്ഷികൾ, അങ്ങനത്തെ പക്ഷികൾ ഈ കുഞ്ഞിനെ എന്താണ് നോക്കി അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ശകുന്തളയ്ക്ക് അദ്ദേഹം ശകുന്തള എന്ന പേരിടുന്നത്. ശകുന്ത പക്ഷികൾ പരിപാലിച്ചത് കൊണ്ടാണ് ശകുന്തള എന്ന പേര് വന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ കണ്വാശ്രമത്തിൽ കൊണ്ടുപോയിട്ട് കണ്വ മഹർഷി സ്വന്തം മകളെ പോലെ വളർത്തുന്നു. അതിനുശേഷം എന്താ സംഭവിക്കണേ, അവള് ഒരു യൗവനത്തിലൊക്കെ എത്തുമ്പോഴേക്കും കാട്ടില് നായാട്ടിന് വന്ന രാജാവ്, അദ്ദേഹത്തിന്റെ പേരാണ് ദുഷ്യന്തൻ. ദുഷ്യന്തൻ എന്ത് ചെയ്യും, അവളെ കാണുകയും, അതിനിടയ്ക്ക് കുറച്ച് കഥയൊക്കെ ഉണ്ടല്ലേ, ഒരു വണ്ട് വരികയും വണ്ടിന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ടിരിക്കുകയും, അപ്പോ ദുഷ്യന്തൻ അതിൽ നിന്ന് ശകുന്തളയെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവര് തമ്മിൽ കണ്ടുമുട്ടുകയും ഇവര് തമ്മിൽ എന്താവും, പ്രണയത്തിലാവുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവര് ഗാന്ധർവ വിധി പ്രകാരം എന്ത് ചെയ്യുന്നു, വിവാഹം ചെയ്യുന്നു. ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം, സ്വയംവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം വരിക്കുക, ഒരു പെണ്ണിന് അവർക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം, അതാണ് സ്വയംവരം. അത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഒരു പ്രസൻസും ഉണ്ടായിരിക്കും. അതേസമയം ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ്, ആ രണ്ട് വ്യക്തികൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടത്തുന്ന കല്യാണമാണ്, വേറെ ആരും അത് അറിയില്ല. അങ്ങനെയുള്ള വിവാഹത്തെയാണ് ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കല്യാണം കഴിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു രാജാവ് പിന്നീട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്നതിന് മുന്നേ നമ്മുടെ കാളിദാസന്റെ കൃതിയിൽ പറയുന്നുണ്ട്, പോകുന്നതിന് മുന്നേ ഒരു മോതിരം കൊടുത്തിട്ട് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ നമ്മുടെ ദുഷ്യന്തനെ ഓർത്തിരിക്കുന്ന ശകുന്തളയെ ആരാണ്, ദുർവാസാവ് മഹർഷി ശപിക്കുന്നുണ്ട്. കാരണം ആള് വന്ന് നിന്നിട്ട് പോലും ദുർവാസാവിനെ ശ്രദ്ധിക്കാതിരിക്കുന്ന ശകുന്തളയെ കാണുമ്പോൾ ദേഷ്യം, നമുക്കറിയാം ദുർവാസാവിന് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. അപ്പൊ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു, ശപിച്ചിട്ട് പോവാണ്. നീ ആരെയാണോ ഓർത്തുകൊണ്ടിരിക്കുന്നത് അയാൾ നിന്നെ മറന്നു പോകട്ടെ എന്ന് പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ശപിച്ചിട്ടൊക്കെ പോണു. അങ്ങനെ ആ ശാപത്താൽ ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോകുന്നതും, പിന്നീട് ശകുന്തള എന്താണ്, ഗർഭിണിയാവുന്നു. അതിനുശേഷം കണ്വ മഹർഷി കാര്യങ്ങൾ അറിയുകയും അങ്ങോട്ടേക്ക് കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോ ദുഷ്യന്തൻ ആക്ഷേപിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതും പിന്നീട് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ശകുന്തളയെ തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ശകുന്തളം കഥ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പാഠത്തില്, ഈ കണ്ണാടി കാൺമോളവും എന്ന് പറയുന്ന പാഠത്തില് നമുക്ക് പഠിക്കാനുള്ളത് അതിനകത്തൊരു ചെറിയ ഭാഗമാണ്. എന്താണ്, നമ്മുടെ ശകുന്തള അവളുടെ കുട്ടിയെയും കൊണ്ട്, 11 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് ആരെടുക്ക പോവാണ്, ദുഷ്യന്തന്റെ അടുക്ക് പോവുകയാണ്. എന്നെ സ്വീകരിക്കണം, ഞാൻ നിങ്ങളുടെ പത്നിയാണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ്. ചെന്ന് കഴിയുമ്പോൾ അവിടെ ചെന്ന് അവര് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്, ദുഷ്യന്തന് ഇതൊന്നും ഓർമ്മയില്ല. അപ്പൊ ദുഷ്യന്തൻ ശകുന്തളയെ നന്നായിട്ട് എന്താണ് ആക്ഷേപിക്കുക, അപമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഇതില് ശകുന്തള മകനുമായിട്ട് അവിടെ ചെല്ലുകയും അതിനുശേഷം കുറെ ചോദ്യങ്ങൾ ദുഷ്യന്തനോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് ശേഷം നമ്മുടെ ദുഷ്യന്തൻ പറയുന്ന മറുപടി, അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള സംഭാഷണമാണ് കണ്ണാടി കാൺമോളവും എന്ന് പറയുന്ന പാഠം. അപ്പോ ഒന്നും കൂടി ഞാൻ പറയാം, എഴുത്തച്ഛന്റെ കൃതിയാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ എന്താണ് സംഭവപർവത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ് കണ്ണാടി കാൺമോളവും എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇന്നത് നോക്കാം. ഗാന്ധർവ വിധി പ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവൾ എന്ന് കരുതി ആക്ഷേപിക്കുന്നു. ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തന്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമങ്ങളാണ് കാവ്യഭാഗത്തിലുള്ളത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ, കൊട്ടാരത്തിൽ ചെല്ലുന്നു, അവിടെ ചെന്ന് മറന്നു പോവുകയാണ്. ദുഷ്യന്തൻ മറന്നു പോകുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ പറയാൻ വേണ്ടി അവർ തമ്മിലുള്ള
അവര് കാട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആശ്രമത്തിൽ വെച്ച് അവര് കണ്ടുമുട്ടിയ കാര്യങ്ങളും പിന്നെ സ്വന്തം ജീവിതകഥയും ഒക്കെ ഇങ്ങനെ ശകുന്തള പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കുമ്പോഴെല്ലാം എന്താണ് ആൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ ശകുന്തളയെ കെട്ടവളെന്ന് അല്ലെങ്കിൽ മോശം സ്ത്രീയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് താൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ തന്റെ വ്യക്തിത്വം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശകുന്തള. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഭാഗം ഇന്നൊന്ന് നോക്കാം. ഓക്കെ. ധാർഷ്ട്യമെത്രയും പാരമുണ്ട് നാരികൾക്കെന്നു കേട്ടുകേളിയേയുള്ളു കണ്ടിട്ടില്ലേവം മുന്നം. കുലടയായ നീ വന്നെന്നോട് കുലീനയെന്നലസലാപം ചെയ്തഖിലമലമലം. സുവർണമണി മുക്താഭരണ വസ്ത്രാദികളുവന്നു തരുവാൻ ഞാൻ നിനക്ക് വേണ്ടുവോളം. പിന്നെ നീ നിനക്കൊത്ത ദിക്കിനു പൊയ്ക്കൊള്ളണം. നിന്നിനി കാലം കളഞ്ഞിടായിക വെറുതെ നീ. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. ഇത്രയും വരികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ധാർഷ്ട്യമെത്രയും പാരമുണ്ട് നാരികൾക്കെന്ന് കേട്ടുകേളിയേയുള്ളു കണ്ടിട്ടില്ലേവം മുന്നം. ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർഷ്ട്യം ധിക്കാരം എന്നാണ്. ധാർഷ്ട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരമാണ്. ധാർഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്ക്. പാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങേയറ്റം, വലുത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്നൊക്കെ പറയുന്നതിനാണ് പാരം എന്ന് പറയുന്നത്. ഭാരം നമ്മൾ പറയില്ല, അതുപോലെ അങ്ങേയറ്റം എന്നാണ് അതിന്റെ അർത്ഥം. ധാർഷ്ട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കാരം, പാരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അല്ലെങ്കിൽ കൂടുതൽ, വളരെ എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ധാർഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്കെന്ന്. നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ, നാരികൾ സ്ത്രീകൾ. അപ്പൊ എന്താണ്? ധിക്കാരം അങ്ങേയറ്റം സ്ത്രീകൾക്കുണ്ടെന്ന് കേട്ടുകേളിയേയുള്ളു കണ്ടിട്ടില്ലേവ മുന്നം. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അല്ലെ, സ്ത്രീകൾക്ക് ഭയങ്കര ധാർഷ്ട്യം, ധിക്കാരമാണ് എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ലേവ മുന്നം. ഇതുവരെ ഞാൻ മുന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപ്, ഇതുവരെ അല്ലെ മുൻപ് വരെ മുൻപ് ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ഇത്രയും സ്ത്രീകൾക്ക് ധിക്കാരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കുലടയായ നീ വന്നെന്നോട് കുലീനയെന്നലസലാപം ചെയ്തഖിലമലമലം. കുലട എന്ന് വെച്ചാൽ എന്താണ്? കുലട നമ്മൾ കേൾക്കാറുള്ളതാണ്, കുലടയായ സ്ത്രീ എന്നൊക്കെ പറയുന്നത്. ചീത്തയായ സ്ത്രീ എന്നാണ്, ചീത്ത സ്ത്രീ എന്നാണ് കുലട എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുലട എന്ന് പറഞ്ഞ ചീത്ത സ്ത്രീ. കുലടയായ നീ വന്നെന്നോട് കുലീനയെന്നലസലാപം എന്ന് വെച്ചാൽ എന്താണ്? കുലടയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കുലീന, അല്ലെങ്കിൽ വിപരീതമാണ്. കുലീന എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? കുലട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത സ്ത്രീയാണ്, കുലീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ത്രീ എന്നാണ് അർത്ഥം. അതായത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുലത്തിൽ പിറന്നവൾ എന്നാണ്. നല്ല, നമ്മൾ പറയില്ലേ തറവാടിത്തമുള്ള പെൺകുട്ടി, അല്ലെ നല്ല കുലത്തിൽ പിറന്നവൾ എന്നൊക്കെ പറയില്ലേ, അവരെയാണ് നല്ല സ്ത്രീകളായിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനൊന്നും ഇല്ല. നല്ല കുലം, ചീത്തക്കുലം അങ്ങനൊന്നും ഇല്ല കേട്ടോ. അപ്പോ ഇവിടെ നമ്മൾ അർത്ഥം വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? കുലീന, നല്ല കുലത്തിൽ അല്ലെങ്കിൽ നല്ല സ്ത്രീ ആണ് എന്ന്. അതായത് കുലടയായ നീ, മോശം സ്ത്രീയായ നീ വന്നിട്ട് എന്നോട് എന്താണ്? കുലീന എന്ന അലസലാപം ചെയ്ത് അഖിലമഖിലം, കുലീനയാണെന്ന്, ഞാൻ നല്ല സ്ത്രീയാണെന്ന്, സലാപം, സാലാപം, ലാഭം എന്ന് വെച്ചാൽ എന്താണ്? സംസാരം, ലാഭം, സംസാരിക്കാം. ഓക്കെ. അപ്പൊ എന്നോട് നീ സംസാരിച്ചു, ചെയ്ത അഖിലമലമലം, നീ എന്നോട് അങ്ങനെ സംസാരിച്ചത് മതി. അലമലം എന്ന് പറഞ്ഞാൽ എന്താണ്? മതി എന്നാണ് അർത്ഥം. നീ എന്നോട്, നീ ചീത്ത സ്ത്രീയായ നീ വന്നിട്ട് നീ നല്ല സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞതൊക്കെ മതി, എന്നോട് പറഞ്ഞതൊക്കെ മതി എന്ന് പറയാണ്. ഓക്കെ. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ ഉവന്നു തരുവാൻ ഞാൻ നിനക്ക് വേണ്ടുവോളം. സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ. സുവർണമണി എന്ന് പറഞ്ഞാൽ എന്താണ്? സുവർണമണി മുക്താഭരണ വസ്ത്രാദികൾ. സുവർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണ്ണമാണ്. പിന്നെ മണി, അതിന് പവിഴം എന്ന് പറയാം, പവിഴം, മുത്ത്, ഇതൊക്കെ അല്ലെ, ഇതൊക്കെ അടങ്ങിയ മുക്താഭരണം, അതാണ് പറഞ്ഞ സുവർണമണി മുക്താഭരണം. ഈ സ്വർണവും പവിഴവും മുത്തും ഒക്കെ അടങ്ങിയ ആഭരണങ്ങളും വസ്ത്രാദികളും വസ്ത്രങ്ങളും ഒക്കെ ഞാൻ ഉവന്ന്, ഇതിനകത്ത് ചേർത്ത് വായിക്കുമ്പോഴാണ് നമ്മൾ
വസ്ത്രാദികൾ ഉവന്നു എന്ന് വായിക്കുന്നത് ഉവന്നു എന്നാണ്, ഉ ആണ് കേട്ടോ. അത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ഉ ആണ്. ഉവന്നു. ഉവന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഉവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം സ്നേഹത്തോടെ എന്നാണ് അർത്ഥം. പക്ഷെ ഈ പാഠഭാഗത്തിൽ നമ്മൾ സ്നേഹത്തോടെ എന്നുള്ള അർത്ഥമല്ല എടുക്കുന്നത്. ഉവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്നേഹത്തോടെ എന്നാണ് അർത്ഥം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം സ്നേഹത്തോടെ എന്നാണ്. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ ദുഷ്യന്തന് ഇപ്പോ ശകുന്തളയോട് സ്നേഹമാണോ ഉള്ളത്? അല്ല. ശകുന്തള എങ്ങനെയും പറഞ്ഞു വിടാനാണ് നോക്കുന്നത്. ഒരു ചീത്ത സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉവന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷത്തോടെയാണ്. ഞാൻ എന്താണ് നിനക്ക് സ്വർണവും പവിഴവും മുത്തും ഒക്കെ അടങ്ങിയ വസ്ത്രങ്ങളും എല്ലാം ഞാൻ നിനക്ക് സന്തോഷത്തോടെ തരാം. ഉവന്നു തരുവൻ ഞാൻ സന്തോഷത്തോടെ തരാം. ഞാൻ നിനക്ക് വേണ്ടുവോളം, നിനക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഞാൻ തരാന്നാ പറയുന്നത്. നമുക്കറിയാം ഈ ചിലര് വന്നിട്ട് പണത്തിനും അല്ലെങ്കിൽ പ്രതാപത്തിനൊക്കെ വേണ്ടിയിട്ട് കളവ് പറയാം. അങ്ങനെ ഒരു സ്ത്രീ ആയിട്ടാണ് രാജാവിന്റെ പത്നി ആവണം, എനിക്കെല്ലാം കിട്ടണം എന്നുള്ള ഒരു രീതിയിൽ വന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ആരെ കാണുന്നത്? ശകുന്തളയെ ദുഷ്യന്തൻ ഇപ്പോ കാണുന്നത്. അപ്പൊ ഇവളെ പറഞ്ഞു വിടാൻ വേണ്ടി ഇവക്ക് സ്വർണവും ഒക്കെയാണ് ആവശ്യമെങ്കിൽ അതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും തരാം നിനക്ക്, നീ എത്രയും പെട്ടെന്ന് പോ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ എന്താണ്? ധാർഷ്ട്യം, ധിക്കാരത്തോടെ ഉള്ള സ്ത്രീകൾ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ചീത്ത സ്ത്രീ ആയിട്ടുള്ള നീ വന്നിട്ട് നീ നല്ലവളാണ് എന്നൊക്കെ പറഞ്ഞതൊക്കെ മതി, പൊയ്ക്കോ. സുവർണമണി മുക്താഭരണങ്ങളെല്ലാം, അതായത് എന്താണ്, സ്വർണവും പവിഴവും മുത്തും എല്ലാം അടങ്ങിയ വസ്ത്രങ്ങളും എല്ലാം ഞാൻ നിനക്ക് തരാം, നിനക്ക് വേണ്ടുന്നോളം ഞാൻ തരാം എന്നാണ് പറയുന്നത്. സന്തോഷത്തോടെ ഞാൻ തരാന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്? പിന്നെ നീ നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം. പിന്നെ നീ എന്ത് ചെയ്യണം? നിനക്കൊത്ത ദിക്കിന് പൊയ്ക്കൊള്ളണം. നിനക്കൊത്ത ദിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ വഴിക്ക്, അല്ലെ? നിന്റെ വഴി ഞങ്ങളുടെ വഴി പോലെ അല്ല എന്ന് വെച്ചാൽ ഇവരെന്താണ്? രാജാക്കന്മാരാണ്, ഇവർക്ക് പണവും പ്രതാപവും ഭരണവും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ ഇവരുടെ ഒരു ഭാഗത്തേക്ക് അടുപ്പിക്കാൻ കൊള്ളാത്തൊരു സ്ത്രീയാണ് നീ. അതുകൊണ്ട് നീ എവിടെ പോണം? നിന്റെ വഴിക്ക് നീ പൊയ്ക്കോണം എന്നാണ് പറയുന്നത്. നിന്നിനി കാലം കളഞ്ഞിടായിക വെറുതെ നീ. ഇനി ഇവിടെ നിന്നിട്ട് കാലം കളഞ്ഞിടായിക. ഇവിടെ കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം. കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം. നിന്നിനി ഇവിടെ നിന്നിട്ട് ഇനി കാലം സമയം കളയണ്ട. വെറുതെ നീ സമയം കളയണ്ട, നീ നിനക്കൊത്ത വഴിക്ക് പൊയ്ക്കോളണം എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, കോകില നാരി പോലെ നീ പരഭൃതയല്ലോ. കോകില നാരി പോലെ നീ പരഭൃതയല്ലോ. കോകില നാരി, കോകിലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, കുയില് അല്ലെ? കോകില നാരി എന്ന് പറഞ്ഞാൽ നാരി എന്താണ്? സ്ത്രീ. അപ്പോ കുയിൽ അല്ലെ, പെൺകുയിലിനെ പോലെ നീ പരഭൃതയല്ലോ. പരഭൃത എന്ന് വെച്ചാൽ എന്താണ്? പരഭൃത എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. കുയിലിന്റെ ഒരു പര്യായമാണ് പരഭൃത എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം കുയിൽ എന്താ ചെയ്യണേ? കുയില് മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാന്ന് നമുക്കറിയാം. അപ്പോ കാക്ക ഇതിനെ അറിയാണ്ട് എന്ത് ചെയ്യുന്നു? കാക്ക മുട്ടയ്ക്കൊപ്പം അത് വിരിയിക്കുന്നു. എന്നിട്ട് വിരിഞ്ഞു കഴിയുമ്പോഴാണ് കാക്ക അറിയുന്നത് കുയില് ഇതിനകത്ത് കൊണ്ടുവന്ന് മുട്ടയിട്ടിരുന്നു, കുയിൽ കുഞ്ഞാണ് ഇതെന്നൊക്കെ അറിയുന്നത്. അപ്പോ അതുവരെ അതിനെ നോക്കുന്ന ആരാണ്? ഈ മുട്ട വിരിയുന്നിടം വരെ അല്ലെങ്കിൽ ഇത് കൂവി തുടങ്ങുന്നിടം വരെ, കുയില് കൂവി തുടങ്ങുന്നിടം വരെ കാക്കയുടെ വിചാരം കാക്കയുടെ കുഞ്ഞാണെന്നാണ്. അപ്പൊ കാക്ക എന്ത് ചെയ്യും? കുയിലിനെ നോക്കും അല്ലെ? അത്രയും കാലം നോക്കും. അതിനുശേഷമാണ് കുയിലിനെ കൊത്തി ഓടിക്കുന്നത്, കുഞ്ഞിക്കുയിലിനെ. അപ്പോ അത്രയും കാലം എന്താണ്? സ്വന്തം അമ്മയുടെ പരിപാലനത്തിലാണോ കുയില് വളരുന്നത്? അല്ല. ആരുടെയാണ്? മറ്റൊരാളുടെ സംരക്ഷണത്തിലാണ് കുയില് വളരുന്നത്. അതിനെയാണ് ഇവിടെ പരഭൃതയല്ലോ എന്ന് പറയുന്നത്. അതായത് അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ കോകില നാരി പോലെ നീ പരഭൃതയല്ലോ, അതായത് കുയിൽ പെണ്ണിനെ പോലെ നീ എന്താണ്? അന്യരാൽ വളർത്തപ്പെട്ടവളല്ലോ എന്നാണ് പറയുന്നത്. പരഭൃത എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യനാൽ വളർത്തപ്പെട്ടവർ എന്നാണ് അർത്ഥം. അപ്പോ കുയിലിനെ പോലെ നീ എന്താണ്? അന്യനാൽ വളർത്തപ്പെട്ടവളല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. എന്താണ് അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്ന് ശകുന്തളയെ പറയുന്നത്? കാരണം ശകുന്തള ആർക്കുണ്ടായ മകളാണ്? മേനകയ്ക്കും, അപ്സരസായ മേനകയ്ക്കും വിശ്വാമിത്ര മഹർഷിക്കും ഉണ്ടായത് കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? ശകുന്തള. അപ്പൊ ശകുന്തള ഉപേക്ഷിക്കപ്പെട്ടയാണ്. അപ്പൊ ആരാണ് വളർത്തുന്നത്? കണ്ണു മഹർഷിയാണ് വളർത്തുന്നത്. അത് പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണ്, നീ പരഭൃതയാണ്, നീ അന്യനാൽ വളർത്തപ്പെട്ടവളാണ്.
അപ്പോ അങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ് പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. ഇങ്ങനെ കുയിലിനെ പോലെ മറ്റൊരാളാൽ വളർത്തപ്പെട്ട നിന്നെ നീ പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കൊള്ളുക വൈകാതെ താമസിയാതെ പൊയ്ക്കൊള്ളുക. നിന്നെ കാണുകയിൽ ഇച്ഛയില്ല. എനിക്ക് നിന്നെ കാണാൻ ഇച്ഛയില്ല. ഇച്ഛയില്ല എന്ന് വെച്ചാൽ എന്താണ്? ഇഷ്ടമില്ല അല്ലെങ്കിൽ ആഗ്രഹമില്ല. ഇച്ഛ എന്ന് വെച്ചാൽ ആഗ്രഹം. എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും ഭാഗമാണ് നമുക്ക് ദുഷ്യന്തൻ ആദ്യം വന്നിട്ട് നമ്മുടെ ശകുന്തള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദുഷ്യന്തൻ തിരിച്ചു പറയുന്ന മറുപടിയാണ് ഇത് ഇത്രയും. ഒന്നുകൂടി പറയാം. ധാർഷ്ട്യം എത്രയും പാരമുണ്ട് നാരികൾക്കെന്നു കേട്ടു കേളിയേയുള്ളൂ കണ്ടിട്ടില്ലേവം മുന്നം. ധിക്കാരമുള്ള സ്ത്രീകള് അങ്ങേയറ്റം ധിക്കാരമുള്ള സ്ത്രീകള് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, മുൻപ് കണ്ടിട്ടില്ല. കുലടയായ നീ, കുലട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത സ്ത്രീയായ നീ വന്നിട്ട് എന്നോട് കുലീന എന്ന് പറയുന്നത് എന്താണ്? പറഞ്ഞതൊക്കെ മതി മതി എന്നാ പറയുന്നത്. കാരണം കുലീന എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നല്ല കുലത്തിൽ പിറന്നവളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മേനക എന്ന് പറയുന്ന അപ്സരസാണ്, മറ്റേത് മഹർഷിയാണ്, എന്റെ നല്ല കുലമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശകുന്തള. അപ്പൊ അതിനൊക്കെയുള്ള മറുപടി ആയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ നീ കുലീന എന്നൊക്കെ പറയുന്നത് അതൊക്കെ മതിയാക്ക് എന്നാണ് പറയുന്നത്. സുവർണമണി മുക്താഭരണ വസ്ത്രാദികളെല്ലാം, കുത്തും പവിഴും ഒക്കെ അടങ്ങിയ വസ്ത്രങ്ങളും എല്ലാം ഞാൻ നിനക്ക് വേണ്ടുവോളം തരാം, സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ തരാം എന്ന് പറയുന്നു. നീ എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കണ്ട, നിന്ന് സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് നിന്റെ വഴിക്ക് പൊയ്ക്കൊള്ളണം. പിന്നെ പറയുന്നത് എന്താണ്? അടുത്ത ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ്? കോകില നാരി പോലെ, കുയിൽ പെണ്ണിനെ പോലെ എന്താണ്? നീ പരഭൃതയാണ്, അന്യനാൽ വളർത്തപ്പെട്ടവളാണ്, അതുകൊണ്ട് നിന്നെ കാണാൻ എനിക്ക് ഇച്ഛയില്ല, ആഗ്രഹമില്ല, എത്രയും പെട്ടെന്ന് പൊയ്ക്കൊള്ളാനാണ് പറയുന്നത്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇന്ന് അത്രയും ഭാഗം മാത്രമാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഈ ദുഷ്യന്തൻ ശകുന്തളയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, ദുഷ്യന്തൻ ശകുന്തളയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ ശകുന്തള ഇതിന് നൽകുന്ന മറുപടിയാണ് അടുത്ത ഭാഗം. അപ്പൊ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ആ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില പദങ്ങളൊക്കെ ഉണ്ട്. ആ പദങ്ങളുടെയൊക്കെ ഒന്ന് അർത്ഥം കണ്ടുപിടിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വന്നാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ അതൊന്ന് വായിച്ചിട്ട് വരിക. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചിട്ട് വരിക. നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.